Hi all, welcome back to Xylem Learning. എവിടെ സാറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ സെക്കൻഡ് ഫേസ് ഓഫ് അർബനൈസേഷൻ എന്നുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ എല്ലാ മക്കളും ത്രൂ ഔട്ട് ക്ലാസ് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ എല്ലാ മക്കളും കംപ്ലീറ്റ് ആയിട്ടും ക്ലാസ് കാണണ്ട. ഓക്കെ, എല്ലാവരും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ഒരു കാര്യം കൂടി കമൻറ്റ് ചെയ്യുക, ഇൻഫോം ചെയ്യുക കേട്ടോ. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ദ ഏർലിയസ്റ്റ് ഫേസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇൻഡസ് വാലി സിവിലൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ഓൾറെഡി ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത്. ഇവിടെ നമുക്ക് നോക്കാനുള്ള ഇതും നമ്മൾ എടുത്ത ഭാഗം തന്നെയാണ്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ സെക്കൻഡ് ഫേസ് ഓഫ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാം. ഓക്കെ, in the first millennium BC, a new phase of urbanization began in Ganga Plains, parts of the Indus Basin and nearby regions. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. The urbanization gradually spread across the Indian subcontinent. Evidence come from the main two sources ആണ്. നമുക്ക് two main sources ആണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു urbanizationsനെ കുറിച്ചുള്ള എവിഡൻസസ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആവുന്നത്. ഒന്ന് നമ്മളിവിടെ പറയുന്നത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ കൺഫേമിംഗ് ആൻഷ്യൻ സിറ്റീസ്, ദെൻ ആൻഷ്യൻ ലിറ്ററേച്ചർ സച്ച് ആസ് വേദിക്, ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ടെക്സ്റ്റ് മെൻഷനിങ് urban centers. It marked the beginning of continuous urban growth that continues to the present. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് ഫേസ് ഓഫ് അർബനൈസേഷനെ കുറിച്ച്, നമ്മൾ രണ്ടാമത്തെ ഈ പറഞ്ഞ അർബനൈസേഷനെ കുറിച്ചുള്ള നമുക്ക് കൂടുതൽ നോളജ് കിട്ടുന്നത് രണ്ട് പ്രധാനപ്പെട്ട സോഴ്സസ് ആണ്, രണ്ട് പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ നിന്നാണ്. ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ആണ്. ആൻഷ്യൻ സിറ്റീസിനെ കുറിച്ചുള്ള കൂടുതൽ നോളജ് കിട്ടുന്നത്. ആൻഷ്യൻ സിറ്റീസ് ഉണ്ടായിരുന്നു, ഇവിടെ സിറ്റീസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് കിട്ടുന്നത് എന്തിൽ നിന്നാണ്? ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ എന്നാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ആൻഷ്യൻ ലിറ്ററേച്ചേഴ്സ് ആണ് നമ്മൾ ഈ പറയുന്ന പോലെ urban centers കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് തരുന്നത്. വേദിക്, ബുദ്ധിസ്റ്റ്, ജെയിൻ ടെക്സ്റ്റ് എന്നൊക്കെയാണ് നമുക്ക് urban centers കുറിച്ചുള്ള, അന്ന് നഗരങ്ങൾ ഉണ്ടായിരുന്നു, നഗരമേഖലകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കൂടുതൽ നോളജ് അവൈലബിൾ ആവുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ ഗംഗാ പ്ലെയിൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഫേസ് ഓഫ് അർബനൈസേഷൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നാഗരികതയെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് തരുന്ന രണ്ട് പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ആൻഡ് ആൻഷ്യൻ ലിറ്ററേച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ജനപദാസ് ആൻഡ് മഹാജനപദാസ് ആണ് ഈ പറയുന്ന ഗാൻജറ്റിക് പ്ലെയിൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു അർബനൈസേഷൻ്റെ വലിയ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ് ജനപദാസ് ആൻഡ് മഹാജനപദാസ് നമുക്ക് നോക്കാം. By the early second millennium BC, regional cultures in North India began to reorganize. People started to forming clans or groups with a shared language and customs. Each clan became associated with a specific territory called Janapada. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സെക്കൻഡ് മില്യൻ നമുക്ക് ബിസിയൊക്കെ ആയ സമയത്ത് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, റീഓർഗനൈസ് ചെയ്യപ്പെടാൻ തുടങ്ങി. ജനങ്ങൾ പ്രധാനമായിട്ടും ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ ക്ലാൻസുകളായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി. ഒരു ഷെയർഡ് കൾച്ചറും ഷെയർഡ് കസ്റ്റംസും ഷെയർഡ് ലാംഗ്വേജ് ഒക്കെ ഫോളോ ചെയ്യുന്നത്, ഒരേ ലാംഗ്വേജും ഒരേ കസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, വിഭജിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്യപ്പെടാൻ തുടങ്ങി. ദെൻ ഈച്ച് ക്ലാൻ അല്ലെങ്കിൽ ഈച്ച് ഗ്രൂപ്പ്സ് അസോസിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് ടെറിട്ടറി കോൾഡ് ജനപദാസ്. ഈ പറയുന്ന ഓരോ ക്ലാൻസ് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടെറിട്ടറിയിലായിരിക്കും ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ ജനപദാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജനപദ ഹാസ് എ റൂളർ. എല്ലാ ജനപദാസിനും എന്തുണ്ടാവും, അവിടെ റൂളർ അല്ലെങ്കിൽ രാജ, ഒരു റൂളർ ഉണ്ടാവും. ഈ പറയുന്ന ജനപദാസിനെ ലീഡ് ചെയ്യാൻ ഒരു ലീഡർ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഒരു റൂളർ ഉണ്ടാവും, രാജ എന്നാണ് അറിയപ്പെടുന്നത്. Then the word Janapada is a Sanskrit, means the place where the people have sent food or pada, indicating settlement. ഇവിടെ നമ്മൾ പറയുന്നത് ജനപദ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ആദ്യമായിട്ട് അവരുടെ പാദം എന്താ പറയുക പതിച്ച സ്ഥലം എന്നൊക്കെയാണ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് the place where the പീപ്പിൾസ് ഹാവ് സെറ്റ് എ ഫുഡ് എന്നുള്ളതാണ്. അതായത് പീപ്പിൾസ് എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ജന എന്നുള്ളതും പദ എന്നുള്ളതും കൊണ്ട് ഫുഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനപദ എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആദ്യമായൊരു സ്ഥലത്ത് സെറ്റിൽഡ് ആയതിനെ കുറിച്ചാണ് ഇവിടെ ജനപദാസ് എന്ന് പറയുന്നത്. ഓക്കെ, ജനപദ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അവർ താമസിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മഹാജനപദാസിലേക്ക് നമ്മൾ പോകുമ്പോഴാ Janapadas grew as a trade networks expanded and connected different regions. ജനപദാസ് എന്ത് ചെയ്യും, ട്രേഡ് പർപ്പസിലൂടെ ഡിഫറെൻറ്റ് റീജിയൻസുമായിട്ട് കണക്റ്റ് ആവും. ഡിഫറെൻറ്റ് ഏരിയാസുമായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് കച്ചവടം ചെയ്യുന്നു, അങ്ങനെ അവരുമായിട്ട് കണക്റ്റഡ് ആവുന്നു. By the 8th or 7th century BC, some Janapadas merged into a form a large states called Mahajanapata. അതായത് പിന്നീട് 8th 7th സെഞ്ചുറീസിലൊക്കെ ആയ സമയത്ത് സം ജനപദാസ് എന്ത് ചെയ്യുന്നു, മേർജ് ആയിട്ടൊരു ലാർജ് ഗ്രൂപ്പായിട്ട്, ലാർജ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. കുറച്ചും കൂടി സ്മോളസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു ഈ പറയുന്നത്
പറയുന്ന ഓരോ ഗ്രൂപ്പുകളാണ്, ഓരോ ക്ലാൻസ് ആണ് നമ്മൾ ജനപദാസ് എന്ന് പറഞ്ഞെങ്കിൽ ആ ക്ലാൻസുകളൊക്കെ എന്ത് ചെയ്യുന്നു, മേർജ് ചെയ്തു ഒരു ബിഗ്ഗസ്റ്റ് ക്ലാൻ ആയിട്ട് മാറുന്നു, ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് മാറുന്നു. അതിനാണ് മഹാജനപദ. ജനപദ എന്ന് പറയുമ്പോൾ സ്മോൾ ഗ്രൂപ്പ് ആണെങ്കിൽ മഹാജനപദ എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മേർജ്ഡ് ജനപദാസ് ആണ് എന്തായി മാറുന്നത്, മഹാജനപദാസ് ആയിട്ട് മാറുന്നത്. ദെൻ ആൻഷ്യൻ ടെക്സ്റ്റ് ലിസ്റ്റ് 16 മേജർ മഹാജനപദാസ് ദോ ലിസ്റ്റ് വാരി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആൻഷ്യൻ ടെക്സ്റ്റിൽ ഓൾമോസ്റ്റ് 16 മേജർ മഹാജനപദാസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ കൂടുതലും മഹാജനപദാസ് ഉണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട 16 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മഹാജനപദാസ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ആൻഷ്യൻ ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വിസിബിൾ ആവുന്നത്. ഓക്കെ, then these stretched from Gangara northwest, then Ahanga east, then അഷ്മഗ സെൻട്രൽ ഇന്ത്യ നിയർ ദ ഗോദാവരി റിവർ. ഇങ്ങനെ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ടോപ്പിക്കിന് ഏറ്റവും വലിയ എന്താ പറയുക കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ പല ടേംസും മക്കൾക്ക് അത്ര ഫെമിലിയർ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജനപദാസ് ആണെങ്കിലും മഹാജനപദാസ് ആണെങ്കിലൊക്കെ ചെറിയ ചെറിയ ടേംസ് മാത്രമേ മക്കൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളൂ. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നിങ്ങൾ പഠിക്കുകയാണ്. അവിടെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം, കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്താണ് ജനപദ, എന്താണ് മഹാജനപദ, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അതർവൈസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് നോട്ട് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ സെക്കൻഡ് വേഴ്സ് ഓഫ് urbanization നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഗാൻജറ്റിക് പ്ലെയിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സെക്കൻഡ് urbanization സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് കിട്ടുന്നത്. ആർക്കിയോളജിക്കൽ എക്സ്കവേഷനും അതുകൂടാതെ നമ്മൾ പറഞ്ഞ ലിറ്ററേച്ചറുമാണ്, ആൻഷ്യൻ ലിറ്ററേച്ചേഴ്സുമാണ്. ദെൻ നമ്മൾ ജനപദാസ് എന്താണ്, മഹാജനപദാസ് എന്താണ്, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സും വളരെ കുഞ്ഞു ഷോർട്ട് ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരുന്നതാ. താങ്ക് യു ഓൾ, ബൈ, ഗുഡ് നൈറ്റ്.